സദ്ഗുരുവേ ശരണം. അപ്പൊ ഈ കറിവേപ്പില പോലെ നമ്മളെ ആരെങ്കിലും എടുത്ത് കളയുമോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ പറയും ആളുകൾ നമ്മളെ കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ അവര് നടത്തിയിട്ട് ഇപ്പൊ കറിവേപ്പിലയാക്കി എന്ന് പറയും. അപ്പൊ സത്യത്തിൽ കറിവേപ്പില എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട ഒരു കാര്യമല്ല, നമ്മുടെ ഏറ്റവും നല്ലൊരു സംഭവമാണിത്. അപ്പോൾ ആ കറിവേപ്പില എന്ന് പറയുന്നത് മുടിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ പറയാം. പിന്നെ അതിനു മുൻപ് ഇപ്പൊ ഇന്നലെ നിങ്ങളെല്ലാം എന്റെ കെരാറ്റിൻ വീഡിയോ കണ്ടു കാണുമല്ലോ. അപ്പൊ അതിൽ ഒരുപാട് ഡൗട്ട്സ് പലരും ചോദിച്ചു. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. പിന്നെ ഇതിനകത്ത് 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് എന്താണ് ഈ കെരാറ്റിൻ ട്രീറ്റ്മെന്റ്, അത് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ മുടി കെയർ ചെയ്യണം, അതിന്റെ ഒരുപാട് സംശയങ്ങൾ. പിന്നെ അതിനുശേഷം നമുക്ക് മുടിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഓയിൽ മസാജ്, അതെങ്ങനെ ചെയ്യാം, വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള. പിന്നെ ഒരു റെസിപ്പിയും ഉണ്ട്. കാരണം ഫുഡാണല്ലോ എപ്പോഴും ഉള്ളിൽ നിന്നാണല്ലോ ഭംഗി വരുന്നത്. അപ്പൊ ആ ഉള്ളിലേക്ക് നമുക്ക് എന്ത് കൊടുക്കാം മുടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിന് ചെറിയൊരു റെസിപ്പി. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും പൈസ ചെലവാക്കി നിങ്ങൾക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഒരു നാച്ചുറൽ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളുമാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇത് കാണും. സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ 2-3 കാര്യം എന്റെ മുൻപിട്ട വീഡിയോസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ എന്റെ വെയിറ്റ് ലോസിന്റെ വീഡിയോസ് ഒക്കെ ഒരുപാട് പേര് കണ്ടു. അപ്പൊ അതിനകത്ത് ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും. അപ്പൊ അതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് പറയാമെന്ന് പറഞ്ഞല്ലോ, ഞാനും ശ്രീയും കൂടെ. അപ്പൊ അത് ഉടനെ ഉണ്ടാവും. പിന്നെ അപ്പൊ ആ ഡൗട്ട്സ് എല്ലാം അങ്ങനെ ക്ലിയർ ചെയ്യാം. ശരി, അപ്പോൾ എന്താണ് ഈ കെരാറ്റിൻ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് അല്ലെ. കെരാറ്റിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. നമ്മുടെ ഈ മുടിയുടെ ഓരോ സ്ട്രാൻഡ്സും ഈ പ്രോട്ടീനാണ് അതിന്റെ ഒരു ഘടന നൽകുന്നത്. അതുപോലെ മുടിക്ക് ആ ഒരു സ്മൂത്ത്നെസ്, ഷൈനി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ഒക്കെ നൽകുന്നത് കെരാറ്റിനാണ്. അപ്പൊ നമ്മുടെ മുടി ഇങ്ങനെ ചകിരി പോലെ ആയി തുടങ്ങുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ മുടിയിൽ ആ പ്രോട്ടീന്റെ പ്രൊഡക്ഷൻ, കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് മുടി ചകിരി ആവുന്നത്. അപ്പൊ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് കെരാറ്റിൻ ഇൻഫ്യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഒരു കെമിക്കൽ അപ്ലൈ ചെയ്തിട്ട് അതിന് ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കലിന്റെ സഹായത്തോടു കൂടി ഈ കെരാറ്റിൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മുടെ മുടിയുടെ ക്യൂട്ടിക്കിൾസിലേക്ക് ഇൻഫ്യൂസ് ചെയ്യണം. അതിനാണ് ഇങ്ങനെ ചൂട് ആയതാണ്. നിങ്ങൾ ആ പ്രോസസ്സ് കണ്ടവർക്ക് അറിയായിരിക്കും. അതിങ്ങനെ ചൂട് കൊടുത്താണ് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മുടി നല്ല സ്മൂത്ത്, ഷൈനി ആൻഡ് ഫ്രിസ് ഫ്രീ ആയിട്ട് ഉണ്ടാവും. പക്ഷെ ഇതിന് വളരെ സ്ട്രെയിറ്റൻ ചെയ്യാൻ എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മുടെ നോർമൽ ആയിട്ടിരിക്കും. പക്ഷെ എന്നാലും ഒരു വിധമൊക്കെ നിങ്ങൾ കണ്ടില്ല, അത്രയൊക്കെ സിൽക്കി ആയിട്ട് കിടക്കും. സ്ട്രെയിറ്റ് ആയിട്ട് ഒരുവിധം സ്ട്രെയിറ്റ് ആവും. മറ്റേ സ്ട്രെയിറ്റനിങ് പോലെ അല്ല എന്ന് മാത്രം. അപ്പോൾ ഈ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ഇന്നലെ അവിടെ നിങ്ങൾ കണ്ട വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ആഫ്റ്റർ കെയർ എന്ന് ചോദിച്ചാൽ അതിന്റെ റേറ്റ് ചോദിച്ചു. പിന്നെ ഇത് മുടി കൊഴിയുമോ എന്ന് ചോദിച്ചു. ഇപ്പൊ ഞാനിത് ചെയ്തിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത്, മുടി നമുക്ക് നല്ല മാനേജബിൾ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മറ്റേത് മുടി കെട്ടുമ്പോൾ ശരിയാവില്ല, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. ഇപ്പൊ വെറുതെ മുടി നിങ്ങൾ അഴിച്ചിട്ട് ഒരു എന്തെങ്കിലും ഇവിടെ എടുത്ത് സപ്പോർട്ട് കൊടുത്താൽ നമുക്ക് ഓക്കെ. അപ്പൊ അത്രയും ഫ്രീ ആയി കഴിഞ്ഞു, മുടിയുടെ പ്രശ്നമേ തീർന്നെന്ന് പറയാം. പിന്നെ മുടി കൊഴിച്ചിലൊന്നുമില്ല, അത് ഒട്ടുമേ ഇല്ല. പിന്നെ ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് അവർ പറയുന്നത് ഒരു 3 to 4 months ആണ്. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഒരു 8 months വരെയൊക്കെ പോകും. ഇത് ഒരു ടെമ്പററി ആണെന്നുള്ളതാണ് ഇതിന്റെ ഒരു ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു കാര്യം. പിന്നെ ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ എന്റെ മുടിയുടെ നീളം നിങ്ങൾ കണ്ടല്ലോ, ആക്ച്വലി ഇത്രയും നീളമാണ് ഉള്ളത്. അപ്പൊ എനിക്കൊരു 9,000 rupees ആയി. പിന്നെ ഇതിനൊരു കുറച്ച് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഷാംപൂ കണ്ടീഷണറുമാണ്. അപ്പൊ അത് തന്നെ യൂസ് ചെയ്യണമെന്ന് അവര് പാർലർകാർ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കാരണം ഈ ട്രീറ്റ്മെന്റ് കെരാറ്റിൻ ഇൻഫ്യൂസ് ചെയ്തില്ലേ, അപ്പം അതിന് പറ്റിയ ആ ഒരു നല്ല ഷാംപൂ അല്ലെങ്കിൽ ഇത് നമ്മുടെ കെരാറ്റിൻ ചെയ്തതിന്റെ എഫക്റ്റ് പോകുമെന്ന് പറയും. അപ്പൊ അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പൊ അതെല്ലാം കൂടെ കൂടി എനിക്കൊരു 11,000 സംതിങ് ആയി ഇതിന്. അപ്പൊ അത് കുറച്ച് കോസ്റ്റ്ലി തന്നെയാണ്. പിന്നെ വേറെ രീതിയിൽ മുടിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. നമുക്കൊരു ഇച്ചിനെസ്സോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് കെരാറ്റിനെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ചും അതിന്റെ റേറ്റും അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത്. പിന്നെ ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പിന്നീട് നമ്മൾ ഇതിനകത്ത് ഹെന്ന ഇടുകയോ അങ്ങനെയുള്ള നമ്മുടെ അല്ലാത്ത കുറെ ട്രീറ്റ്മെന്റ്സ് ഒന്നും നമ്മുടെ വീട്ടിലിരുന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ പ്രോട്ടീൻ കൊടുത്തു കഴിഞ്ഞു മുടിക്ക്. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പല പല പാക്കുകളൊന്നും ഇട്ട് മുടി അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഓയിൽ ഇടാം, നല്ല കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ മാത്രം മസാജ് ചെയ്യാം. മുടിയിൽ ചെയ്യേണ്ട എന്നാ പറയുന്നത്. ജസ്റ്റ് നമ്മുടെ ഒരു സ്കാൽപ്പിന്റെ ഹെൽത്തിന് വേണ്ടി ചെയ്തിട്ട് അവർ തന്ന ഷാമ്പൂ ഇട്ട് കുളിക്കുക എന്നുള്ളതാണ്.
പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് 2-3 ദിവസമാണ് നമുക്കൊരു ഭയങ്കര ചലഞ്ച് ഉള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുടി ഇങ്ങനെ കെട്ടാൻ പാടില്ല, ക്ലിപ്പ് ഇടാൻ പാടില്ല. അങ്ങനെ 2 ദിവസം നമ്മൾ ഇങ്ങനെ മുടി സൂക്ഷിക്കണം. അല്ലെങ്കിൽ മുടിയുടെ പല സ്ഥലത്തും മുടി ഇങ്ങനെ മടങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ചില കെയർസ് നമ്മൾ ഇത് കഴിഞ്ഞ ഉടനെ ചെയ്യും. ഇത്രയൊക്കെയാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ആദ്യം പറഞ്ഞില്ലേ കറിവേപ്പിലയെ കുറിച്ച് പറഞ്ഞില്ലേ. അപ്പൊ ഈ കറിവേപ്പില എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഫുഡിന് എല്ലാം കറിയിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി വെക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഈ കറിവേപ്പില എന്ന് പറയുന്നത് അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, എല്ലാം. അതായത് വൈറ്റമിൻ എ ബി സി ഇ എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പം ഇത്രയും വളരെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കറിവേപ്പില. അപ്പം കറിക്ക് മണം മാത്രമല്ല കറിവേപ്പില കൊണ്ടുള്ള ഗുണം. അപ്പൊ ഇനി ഈ കറിവേപ്പില എങ്ങനെ നമ്മുടെ മുടിയുടെ ഹെൽത്തിന് നല്ലതാണെന്നുള്ളതാണ്. അപ്പൊ അത് കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഓയിൽ ഉണ്ടാക്കി നമുക്ക് തലയിൽ മസാജ് ചെയ്താൽ നല്ലതാണ്. ഇനി അല്ലാത്തവർക്കും അത് ചെയ്തിട്ടില്ലാത്തവർക്കും എന്നും ചെയ്യാം. അപ്പൊ എന്താണ് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. ഈ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആന്റി ഓക്സിഡൻസ് ഉള്ളതാണ്. നമ്മുടെ മുടിയുടെ ബ്രേക്കേജ് ഒക്കെ മാറ്റി മുടിക്ക് നല്ല മോയ്സ്ചർ കൊടുക്കുന്നതാണ് കോക്കനട്ട് ഓയിൽ. അതാണ് ഞാൻ പറയില്ലേ, കോക്കനട്ട് ഓയിലിനെ കുറിച്ച് ഞാനൊരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്, അത് എല്ലാവരും പോയി കണ്ടു നോക്കണം. അപ്പോൾ ഈ കോക്കനട്ട് ഓയിൽ നമ്മൾ കുറച്ചെടുക്കുക. ഒരു 1/4 ഗ്ലാസ് കോക്കനട്ട് ഓയിൽ എടുക്കുക. ഒരു എണ്ണ കാച്ചുമൊന്നുമല്ല, നമ്മൾ 2-3 പ്രാവശ്യത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതേ ഉള്ളൂ. എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഒരു പിടി കറിവേപ്പില, പിന്നെ കുറച്ച് ഉലുവ എന്ന് പറയുന്നത് ഡാൻഡ്രഫിന്, ഹെയർ ലോസ് ഇല്ലാതാവാനും എല്ലാം നല്ലതാണ്. തലയുടെ സ്കാൽപ്പിന്റെ എല്ലാ പ്രോബ്ലംസിനും നല്ലതാണ് ഈ ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ ഉലുവ ജസ്റ്റ് ഒരു 1/2 സ്പൂൺ ഇടുക. പിന്നെ ഒണിയൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ മുടിക്ക്, ഗ്രോത്തിനും ഈ പറഞ്ഞ ഹെയർ ലോസിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പൊ അത് ഒരു കഷ്ണം, ഒരു സവാളയുടെ ഹാഫ് എടുത്ത് അരിഞ്ഞ് അതിനകത്ത് ഇടുക. അപ്പൊ ഇത് ഇത്രയും ചേർത്തിട്ട് വേണം ഒരു കഷ്ണം കറ്റാർവാഴ വീട്ടിലുണ്ടെങ്കിൽ ഒരു കറ്റാർവാഴയുടെ ഒരു പീസും കൂടെ അതിനകത്ത് മുറിച്ചിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്തിട്ട് ഈ എണ്ണ അരിച്ച് എടുത്ത് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം, 2 ദിവസം അങ്ങനെ അനങ്ങാതെ വെക്കുക. എന്നിട്ട് ഇത് നമ്മുടെ ആഴ്ചയിൽ 1-2 ദിവസം നമ്മൾ തലയിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. ഇത് ഷാമ്പു ചെയ്ത് പിന്നെ കഴുകിക്കളയാം. അപ്പൊ ഇത് പറഞ്ഞാൽ മുടിയുടെ നല്ല ഗ്രോത്തിനും ഹെയർ ലോസിനും ഒക്കെ നല്ലതാണ്. അപ്പൊ ഞാനിത് പറയാൻ കാര്യം വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് മുടി കൊഴിയുന്ന പ്രശ്നം ഉണ്ടാവും എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നതിന് എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേണ്ട പോഷകങ്ങളുള്ള ഭക്ഷണമാണ് കഴിച്ചത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാനിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് എല്ലാം സമീകൃതമാണെങ്കിൽ ഈ ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പട്ടിണി കിടന്നാലാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ എല്ലാ പോഷകങ്ങളും നമുക്ക് ശരീരത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ഈ മുടി കൊഴിച്ചിലില്ലാതിരിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. മനസ്സിലായില്ലേ? ഇനി ഞാൻ ഇതിനൊരു റെസിപ്പി, അതായത് എങ്ങനെയാണ് ഈ കറി ലീവ്സ് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. ഇപ്പൊ കറിയിലിടണം, അതല്ലാതെ നല്ലതുപോലെ എല്ലാ ദിവസവും കുറച്ച് കറി ലീവ്സ് കഴിക്കാൻ. അതിനുള്ള ഒരു വഴി എന്ന് വെച്ചാൽ ഒന്ന് കുറച്ച് മോരില് കറിവേപ്പില അരച്ച് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ കുടിക്കുക. നല്ല മോര് വെള്ളം, കറിവേപ്പില അരയ്ക്കണം, അരച്ചിട്ട് മോര് കൂടെ ഒഴിച്ച് നമുക്ക് കുടിക്കാൻ പറ്റും. അല്ലെങ്കിൽ തൊണ്ടയിൽ ഇറങ്ങി പോകില്ല, ഇവിടെ കുടുങ്ങി പോകും. അത് കുടിച്ചാൽ വളരെ നല്ലതാണ്. പിന്നെ കറി ലീവ്സിന്റെ ടീ, അതെങ്ങനെയാ വെച്ചാൽ കുറച്ച് വെള്ളം തിളപ്പിക്കുക. ചായ വെക്കുന്ന പോലെ വെള്ളം തിളപ്പിച്ചിട്ട് കറി ലീവ്സ് ഇട്ട് തിളപ്പിക്കണം. എന്നിട്ട് അതിനകത്ത് കുറച്ച് ശർക്കരയും കൂടെ ഇട്ടിട്ട് നമ്മൾ ചൂടോടെ കുടിക്കുക. അപ്പൊ ഈ 2 കാര്യങ്ങളും, പിന്നെ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ഇത് അറ്റ്ലീസ്റ്റ് 2 എണ്ണം നമുക്ക് ഡെയിലി നമ്മുടെ ഈ ഡയറ്റിന്റെ ഇടയ്ക്കും അല്ലാത്തവർക്കും ഒക്കെ കുടിക്കാം, അല്ലെ? വിശക്കുമ്പോഴൊക്കെ ഇത് ഉണ്ടാക്കി കുടിക്കാം. കുടിച്ചാൽ ഇത് മുടിക്ക് ഭയങ്കര നല്ലതാണ്. നമ്മുടെ കൊളസ്ട്രോൾ മാറും. പിന്നെ ഹാർട്ട് ഡിസീസിന് വളരെ നല്ലതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ക്യാൻസറിന് നല്ലതാണ്. പിന്നെ ഏറ്റവും പറഞ്ഞാൽ അമേസിംഗ് ആയിട്ട് നമ്മുടെ മുടിക്ക് ഹെയർ ഗ്രോത്തിനും മുടിയുടെ ടെക്സ്ചറും എല്ലാത്തിനും, അത് എനിക്ക് നല്ല തെളിവെന്ന് പറയാന്ന് വെച്ചാൽ ഈ കറിവേപ്പില ഇതേപോലെ അരച്ച് ഒരു 5 ദിവസം കുടിച്ചു കഴിഞ്ഞാൽ മതി. നമുക്ക് 2-3 ദിവസം ആകുമ്പോൾ തന്നെ നമ്മുടെ മുടി ഇങ്ങനെ കറുത്ത് നല്ല ഒരു പ്രത്യേകിച്ച് ഒരു കരുത്തും സ്ട്രെങ്ത്തും ഒരു തിളക്കമൊക്കെ നോർമലി തന്നെ നമുക്ക് കാണാൻ പറ്റും കറി ലീവ്സ് കഴിച്ചാൽ. അപ്പൊ അത് വ്യക്തമായിട്ട് എനിക്ക് അനുഭവമുള്ള കാര്യമാണ് ഈ കറി ലീവ്സിന്റെ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം. പിന്നെ ഈ കറി ലീവ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റ് ലോസിന് സഹായിക്കും. കാരണം ഈ കറിവേപ്പിലയുടെ ഈ ചായയൊക്കെ എന്നും കുടിച്ചാൽ അത് നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കറിവേപ്പില ഒരുപാട് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് നല്ലതാണ്. മനസ്സിലായി? പിന്നെ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഇതെല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാനുള്ള കഴിവും കറി ലീവ്സിനുണ്ട്. അപ്പോൾ ഇനി ആരും പറയരുത് കേട്ടോ കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞു നിന്നും. കറിവേപ്പില പോലെ കഴിക്കണമെന്ന് ഇനി നമുക്ക് മാറ്റി പറയാം. മനസ്സിലായോ?
ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു വീഡിയോയിൽ ഞാൻ ഐസ്ക്രീം തിന്നുന്നത് നിങ്ങൾ കണ്ടു. അപ്പോൾ അത് 2 മാസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതിൽ എനിക്ക് കുറച്ചുകൂടെ തടിയില്ലേ, ഇപ്പം ഞാൻ വീണ്ടും തടി കുറഞ്ഞു. അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ എടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അതിൽ ഞാനൊരു ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അതാണ് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ യാദൃശ്ചികമായിട്ട് പുറത്ത് പോകുക എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ഒരു ഫുഡ് നമ്മൾ കഴിക്കും. അങ്ങനത്തെ ഞാൻ വല്ലപ്പോഴും കഴിക്കാറുണ്ട്. പക്ഷേ അത് കഴിച്ചാൽ അതിന് ശേഷം ഞാൻ ഉപവാസം എടുക്കും. പിന്നെ ഞാൻ അന്ന് വേറെ ഒന്നും കഴിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണം ഒരു നേരം കഴിക്കാൻ എവിടെയെങ്കിലും പോകുക അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുക വെച്ചാൽ നിങ്ങൾ കണ്ണടച്ചാൽ കഴിക്കുക. പക്ഷെ അത് നല്ലപോലെ കഴിച്ചിട്ട് പിന്നെ നിങ്ങൾ ബാക്കി ഉപവാസം അത് പറ്റില്ലേ? അപ്പോൾ വല്ല കട്ടൻ ചായയൊക്കെ കുടിച്ച് നിങ്ങളതിന് ബാക്കിയുള്ള വിശപ്പൊക്കെ അങ്ങ് സഹിക്കണം. ആ ഒരു എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ അടുത്ത ദിവസം വരെ പോകണം. ഓക്കെ, അപ്പോൾ അത് പിന്നെ ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നതാണ്, നമുക്കിപ്പോൾ ഇത്രയും പൈസ ചിലവാക്കാൻ താല്പര്യമില്ല. ഇപ്പം ഞാനും ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയി അങ്ങനെ ഒരുപാട് പൈസ ചിലവാക്കുന്ന ആളല്ല കേട്ടോ. ഞാൻ ആക്ച്വലി ഇപ്പോൾ പോയത് ഒരു 2016 ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പോയത്. അതിനുശേഷം ഞാൻ ഇപ്പോൾ സത്യത്തിൽ കെരാറ്റിൻ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചും എനിക്ക് വീട് തന്നെയാണ് ബ്യൂട്ടി പാർലർ, അല്ലെങ്കിൽ കിച്ചൺ തന്നെയാണ് ബ്യൂട്ടി പാർലർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ പോകണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇതുപോലെ പ്രൊഫഷണലായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യാം, എനിക്കിഷ്ടമാണത്, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്കിപ്പോൾ വീട്ടിൽ ചെയ്യാനാണ് താല്പര്യം. നാച്ചുറലായിട്ട് നമുക്ക് ഈ കെരാറ്റിൻ എങ്ങനെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള അതിനൊരു നല്ലൊരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ചോറ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ, ജാപ്പനീസും കൊറിയൻസിൻ്റെ ഒക്കെ ഹെയറിനെ കുറിച്ചൊക്കെ പറയുന്നതൊക്കെ ഈ റൈസിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അവിടെ. അപ്പോൾ ഈ ചോറ് എടുക്കുക, നല്ല വെള്ള ചോറ്, സാധാ ചോറ് മതി. അത് വേവിച്ച ചോറ് ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കുക. അത് നിങ്ങളുടെ മുടിയുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ അളവൊക്കെ മാറ്റിക്കൊള്ളാം. എന്നിട്ട് അതിനകത്ത് നല്ല കോക്കനട്ട് മിൽക്ക്, നല്ല തേങ്ങാപ്പാൽ, കണ്ടില്ലേ, തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ ഇത്രയൊരു മാർവലസ് സംഭവം വേറെ ഇല്ല. ആ ഒരു കോക്കനട്ട് മിൽക്ക് എടുക്കണം. തേങ്ങയുടെ പാലെടുത്ത് നല്ല കട്ടിപ്പാലെടുത്തിട്ട് ഈ പിന്നെ ചോറും ഈ തേങ്ങാപ്പാലും അതിനകത്ത് ഒരു ഓയിലും കൂടെ ഒഴിക്കണം. അപ്പോൾ ഒന്നുകിൽ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ ഏറ്റവും നല്ല സംഭവമാണ്. പക്ഷെ നമ്മളിപ്പോൾ കോക്കനട്ട് മിൽക്ക് ചേർത്തത് കൊണ്ട് മുടിക്ക് നല്ലതാണ് ഒലീവ് ഓയിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ കോക്കനട്ട് മിൽക്ക് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഒലീവ് ഓയിൽ 1 സ്പൂൺ ഒഴിക്കാം. എന്നിട്ട് ഇത് 3ഉം കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിക്കുക. അടിച്ചു കഴിയുമ്പോൾ ശരിക്കും ഈ കെരാറ്റിൻ്റെ ആ ഒരു ക്രീം നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടില്ല, അതുപോലത്തെ ഒരു വൈറ്റ് ക്രീമായിട്ട് മാറും. ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം ഇന്ന് നിങ്ങൾ ഷാമ്പൂ ഇടുകയെന്ന് വെച്ചോ, ഇപ്പം തലേ ദിവസം ഷാമ്പൂ ഇട്ട് മുടിയൊക്കെ കഴുകുന്നു. നെക്സ്റ്റ് ഡേ എണ്ണയൊന്നും പിന്നെ തേക്കാൻ പാടില്ല. അടുത്ത ദിവസം നിങ്ങൾ ഈ പറഞ്ഞ ഈ പാക്ക് ഉണ്ടാക്കി തലയിൽ, അതായത് മുടിയുടെ സ്ട്രാൻഡ്സിലൂടെ പുരട്ടുക. തലയോട്ടിയിൽ അധികം കൊടുക്കണം എന്നില്ല, സ്ട്രാൻഡ്സിൽ കൊടുക്കുക. ഇപ്പോൾ തലയോട്ടിയിൽ കൊടുത്താലും ഒന്നുമില്ല, പക്ഷെ മുടിയിലാണ് ഇത് കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഉണ്ടാക്കി അത് നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് അത് എവിടെയെങ്കിലും ഒന്നുകിൽ ഒന്ന് ചുറ്റിക്കെട്ടി വയ്ക്കുക, അല്ലെങ്കിൽ നീളത്തിൽ തന്നെ ഇടാൻ പറ്റുമെങ്കിൽ അത് നീളത്തിൽ തന്നെ ഇട്ട് കിടക്കുക. ഒരു 20-30 മിനിറ്റ് കഴിയുമ്പോൾ മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് നമ്മൾ കഴുകിക്കളയുക. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് മുടിക്ക് ഒരു സോഫ്റ്റും ആയിട്ടും ഒരു സിൽക്കി ആയിട്ടും ഒരു ഷൈനിങ് ഒക്കെ കിട്ടും. വേറെ ഹോർമോൺ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്ത ആളുകൾക്ക് കേട്ടോ. വേറെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് മുടിക്ക് ഡാമേജ് വരുന്നവരുടെ കാര്യമല്ല പറയാം, നമുക്ക് നോർമലായിട്ട് മുടി കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അതങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഭയങ്കര ഡാമേജ് ഹെയർ ആണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 1 ദിവസം ചെയ്യാം. അതല്ല ഇപ്പോൾ നിങ്ങളുടെ മുടി നല്ല തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ടൈപ്പ് മുടിക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടി ഒരു പ്രിവെൻഷൻ എന്നുള്ള നിലയിൽ മാസത്തിൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇതൊരു നാച്ചുറൽ കെരാറ്റിൻ ആണ്, ആ ഒരു എല്ലാ പ്രോട്ടീനും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുടിയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഇതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, പിന്നെ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. പിന്നെ നിങ്ങളുടെ ആ ലൈക്ക് എന്ന് പറയുന്നത് വളരെ വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മടിക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ ബൈ, സദ്ഗുരുവേശ്വര.